ആഴ്ചച്ചന്ത എന്നുള്ള സംഗതി പ്രസക്തി നഷ്ടപ്പെട്ട ഒരു സംഭവമായി. അത് തിരിച്ചു കൊണ്ടുവരാൻ പാടില്ല. നിലവിലുള്ള വ്യാപാര അവസ്ഥയിൽ ഈ കച്ചവടക്കാരൻ സ്ഥാപനങ്ങളിൽ കിട്ടുന്ന സാധനങ്ങൾ ചൊവ്വാഴ്ച ചന്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ 2-3 ഭീഷണികളുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് വടകരയിൽ സജീവമായിരുന്ന ചൊവ്വാഴ്ച ചന്തയും സൺഡേ മാർക്കറ്റും തിരിച്ചു കൊണ്ടുവരാനുള്ള നീക്കത്തിൽ പ്രതിഷേധവുമായി വ്യാപാരികൾ. പണ്ട് വ്യാപാര സ്ഥാപനങ്ങൾ ഇല്ലാത്ത കാലഘട്ടത്തിൽ വീടുകളിൽ നിന്നും ഗ്രാമദേശത്തുള്ള കൂട്ടായ്മകളിൽ നിന്നും ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന വസ്തുക്കൾ വിൽക്കാൻ ഒരിടം എന്ന നിലയ്ക്ക് ഉരുത്തിരിഞ്ഞു വന്ന ആശയമായിരുന്നു ചൊവ്വാഴ്ച ചന്ത. എന്നാൽ ഇന്ന് ഇതിന്റെ ആവശ്യമില്ലെന്ന് വടകര മർച്ചന്റ്സ് അസോസിയേഷൻ പറഞ്ഞു. എല്ലാവിധ ഉൽപ്പന്നങ്ങളും എല്ലാ ദിവസവും വടകരയിലെ വ്യാപാര മേഖലയിൽ ഇന്ന് ലഭ്യമാണ്. അത്തരമൊരു കാലഘട്ടത്തിലൂടെ ഈ മേഖല കടന്നു പോകുമ്പോൾ ചൊവ്വാഴ്ച ചന്തയെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് നിലവിലെ വ്യാപാര സമൂഹത്തെ തകർക്കുന്നതിന് തുല്യമാണ്. GSTയും അനുബന്ധ നികുതികളും കൊടുത്ത് വ്യാപാരം ചെയ്യുന്ന കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് താങ്ങാൻ സാധിക്കില്ല. വ്യാപാര മേഖലയെ സംരക്ഷിക്കാൻ ഒറ്റക്കെട്ടായി കൈകോർക്കണമെന്നും വടകര മർച്ചന്റ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. വടകരയിലെ ചൊവ്വാഴ്ച ചന്ത തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി അധികാരികളുടെ ഭാഗത്ത് ശ്രമങ്ങളുണ്ടെന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായി ചൊവ്വാഴ്ച ചന്ത എന്നുള്ളതാണ്. വടകരയെ സംബന്ധിച്ചിടത്തോളം പണ്ടുകാലം 40-50 വർഷങ്ങൾക്ക് മുമ്പ് വടകര പ്രദേശത്തിലുള്ള ഉൾനാടുകളിലുള്ള വീടുകളിൽ നിന്ന് അതുപോലെ ചില കൂട്ടായ്മകളിൽ നിന്നുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വടകര ചൊവ്വാഴ്ച ചന്തയിലേക്ക് വരും, അത് വിറ്റഴിക്കും. ആ കാലഘട്ടങ്ങളിൽ ചന്തയിൽ ഉണ്ടാകുന്ന ഒരു സാധനവും പുറത്ത് കടകളിൽ കിട്ടുകയില്ലായിരുന്നു. നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന ചട്ടികൾ, കുടുക്കകൾ, കഞ്ഞിക്കലങ്ങൾ, അതുപോലെ കയ്യില്, പായ, മുറം, എന്തിന് കോഴിമുട്ട, കോഴി വരെ ഇതൊക്കെ വിൽക്കുന്ന ഷോപ്പുകളില്ലായിരുന്നു. ഈ ചന്തയിൽ മാത്രമേ കിട്ടൂ. നമുക്കൊക്കെ വീടുകളിൽ ഒരു കല്യാണമോ അല്ലെങ്കിൽ മറ്റേ പെരുന്നാളുകളോ ഓണൊക്കെ വരുമ്പോൾ ആ ഉത്സവ ദിവസത്തിന്റെ തൊട്ട് മുമ്പെയുള്ള ചൊവ്വാഴ്ച എല്ലാവരും വടകര മാർക്കറ്റിലെ വടകര കോട്ടപ്പറമ്പിൽ ചന്തയിൽ വരും. ആ പരിപാടിക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് കണ്ടൊന്നും ഷോപ്പുകളിൽ കിട്ടില്ലായിരുന്നു. കാലഘട്ടം മാറി. ഇന്ന് എല്ലാത്തിനും ഷോപ്പുകളായി. ഓരോ വിഭാഗത്തിനും ഷോപ്പ്. എന്തിന്? സോപ്പ് മാത്രം വിൽക്കുന്ന ഷോപ്പുകൾ വരെ ഉണ്ട്. ഇപ്പോൾ ഓരോന്നിനും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഷോപ്പുകളുണ്ട്. 1-2 കച്ചവടക്കാരുണ്ട്. അപ്പോൾ അന്ന് ആ ആഴ്ച ചന്തയിൽ ലഭിച്ച എല്ലാ ഉൽപ്പന്നങ്ങളും എല്ലാ ദിവസവും ഏത് സമയത്തും വടകര മാർക്കറ്റിൽ കിട്ടും. അതുകൊണ്ട് തന്നെ ആഴ്ച ചന്ത എന്നുള്ള സംഗതി പ്രസക്തി നഷ്ടപ്പെട്ട ഒരു സംഭവമായി. ഇപ്പോൾ അത് തിരിച്ചു കൊണ്ടുവരാൻ പാടില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ സാധനങ്ങളൊക്കെ മാർക്കറ്റിൽ കിട്ടുന്നതാണ്. നിലവിലുള്ള വ്യാപാര അവസ്ഥയിൽ ഈ കച്ചവടക്കാരൻ സ്ഥാപനങ്ങളിൽ കിട്ടുന്ന സാധനങ്ങൾ ചൊവ്വാഴ്ച ചന്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ 2-3 ഭീഷണികളുണ്ടായിരുന്നു. ഒന്ന് നിലവിലുള്ള കച്ചവടക്കാരൻ, പാരമ്പര്യമായി കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരന് വ്യാപാരം ഇല്ലാതെയാകും. മറ്റൊന്ന്, ഇന്ന് എല്ലാ ഉൽപ്പന്നങ്ങൾക്കും നികുതിയാണ്. നികുതിയില്ലാത്ത ഉൽപ്പന്നങ്ങളില്ല. ചന്തകളിൽ വിൽക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് നികുതി കൊടുക്കുന്ന ഉൽപ്പന്നങ്ങളായിരിക്കില്ല. അപ്പൊ ആ വിധത്തിൽ തന്നെ സർക്കാരിന് വലിയ നികുതി നഷ്ടങ്ങൾ ഉണ്ടാവും. മറ്റൊന്ന് സംഭവിക്കാൻ പോകുന്നത്, നിയമവിധേയമായി വ്യാപാരികളല്ലാത്ത വഴിവാണിപ്പക്കാരെ ആഴ്ചയിൽ ഒരു ദിവസം വടകരയിൽ കച്ചവടം ചെയ്യാൻ അനുവദിക്കുക എന്നുള്ള കാര്യത്തിലേക്ക് പോകും. മറ്റുള്ള എല്ലാ ഇടങ്ങളിൽ നിന്നും ആര് വരും? ഈ വഴിവാണിപ്പക്കാർ വരും. അപ്പൊ അതൊക്കെ വടകര വ്യാപാര മേഖലയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നഗരസഭയോ ആര് തന്നെ ഈ കാര്യം മുന്നോട്ട് വന്നാൽ വടകര മർച്ചന്റ് അസോസിയേഷന് ആ വിഷയത്തിൽ ഭിന്നാഭിപ്രായമുള്ളതാണത്. നഗരസഭയിൽ പിന്മാറണം. അത് മാത്രവുമല്ല, മറ്റൊന്നുകൂടി കേട്ടു, ഒരു സൺഡേ മാർക്കറ്റ് വളരെ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ്. അത് മറ്റിടങ്ങളിലുള്ള വ്യാപാരത്തിലുള്ള വടകര വന്നിട്ട് വഴിപാടനത്തിന് പ്രേരിപ്പിക്കുന്ന ഒരു സംഗതിക്കും വടകര മർച്ചന്റ് അസോസിയേഷൻ ഉണ്ടാവില്ല. കാരണം നിലവിലുള്ള കച്ചവടക്കാരെ സംരക്ഷിക്കുക വേണ്ടത്. അതിന് കാര്യമായ ചർച്ചകൾ ഉണ്ടാവണം. അതിൽ വടകരയിലെ കച്ചവടക്കാരെ ചർച്ചയ്ക്ക് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ നഗരസഭയും അധികാരികളും ഈ 2 വിഷയത്തിൽ നിന്നും പിന്മാറണം. അല്ലെങ്കിൽ വടകര മർച്ചന്റ് അസോസിയേഷൻ ഈ വിഷയവുമായി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലും. ഇതോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ള മറ്റൊരു വിഷയം, ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വഴിവാണിഭ കച്ചവടം വടകര പരിസരത്ത് വളരെ വ്യാപിച്ചു കിടക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് നാരായണനഗരം മുതൽ അങ്ങോട്ട് തിരുവള്ളൂർ റോഡ് എന്ന് പറയുന്ന സംഭവം, ഇല്ല JTS ഭാഗത്ത് പല ഭാഗങ്ങളിലും ശരിക്കും ഒരു പാരലൽ സംവിധാനം, ഒരു മാർക്കറ്റ് പോലെ വഴിവാണിഭ കച്ചവടം ഇങ്ങനെ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സന്ധ്യ ആയി കഴിഞ്ഞാൽ മീൻ മാർക്കറ്റിലല്ല ആള് പുറത്തേക്കാണ് മീനിന്റെ കച്ചവടമൊക്കെ നടക്കുന്നത്. അങ്ങനെ പല സ്ഥലത്തുമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു അവസരത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു വഴിവാണിഭത്തിനെതിരെ മുനിസിപ്പാലിറ്റി വളരെ കർശന നടപടി എടുക്കണമെന്ന് ഈ ഒരു അവസരത്തിൽ പറയുകയാണ്, റിക്വസ്റ്റ് ചെയ്യാണ്. കാരണം വലിയ പൈസ വാടക കൊടുത്തിട്ടും തൊഴിലാളികൾക്ക് ശമ്പളം കൊടുത്തിട്ടില്ല കച്ചവടക്കാർ GST നിയമത്തിന്റെ പരിധിയിൽ വന്നുകൊണ്ടും
ബിൽഡിംഗ് ടാക്സ്, മുനിസിപ്പൽ ടാക്സ് ഒക്കെ അടച്ചിട്ട് ചെയ്യുന്നതാണ്. അവരെ സംരക്ഷിക്കാനായിരിക്കട്ടെ മുനിസിപ്പാലിറ്റിയുടെ ആദ്യ ദൗത്യമെന്ന് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്താൻ. Sometimes nature motivates me. Even more when I feel like a celebrity. But the real motivation is here. White Raylights and Interior. www.whiteraylights.com. Vadakara, Karimbalapallam.